ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. സോ കഴിഞ്ഞ വീഡിയോ നമ്മൾ കുറച്ച് ഇടവിട്ടിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. സോറി. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ബിനാൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ഫീസിനെ കുറിച്ച് കാര്യങ്ങളാണ്. കാരണം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒരു ചെറിയ മിനിറ്റിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതുമാത്രമല്ല ഡാഷ്ബോർഡിനെ കുറിച്ച് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബിനാൻസ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോസിലായിട്ട് നമുക്ക് പിന്നീട് വരാം. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ യൂസർ ഐ ഡി എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നമ്മൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് കോയിൻ കിട്ടാമെന്നുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞതല്ലേ വീഡിയോ ഓൾറെഡി. ആ വീഡിയോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിലോ വീഡിയോസിലോ പോയാൽ കാണാൻ പറ്റും. ഓക്കെ, അവിടെ അടിക്കേണ്ട ഐ ഡി ആണത്, യൂസർ ഐ ഡി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബാലൻസ് ഡീറ്റെയിൽ, നമ്മുടെ ബിനാൻസിൽ സ്പോട്ട് വാലറ്റ്, P2P, മാർജിന്, ഫ്യൂച്ചർ, ഏൺ, പൂള് അങ്ങനെ വാലറ്റ്സ് ഉണ്ട്. അതായത് സ്പോട്ട് വാലറ്റിൽ നിന്ന് P2Pയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഫീ ഒന്നും കൊടുക്കണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ അതൊക്കെ വാലറ്റാണ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ക്രോസ് ആണ് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാലറ്റിലുള്ള ഫണ്ട് മൊത്തം അതിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് മൈൻഡിൽ വെച്ചാൽ മതി. ക്രോസ് ആൻഡ് ഐസൊലേറ്റഡ് എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ഫീസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ താഴെ ഓപ്പൺ ഓർഡേഴ്സ് ഉണ്ട്. ഓപ്പൺ ഓർഡേഴ്സ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഓപ്പൺ ഓർഡേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ലിമിറ്റ് ഓർഡേഴ്സ് നമ്മൾ ഓൾറെഡി വസറക്സിലൊക്കെ പറഞ്ഞാണ്. വസറക്സിനെ കുറിച്ച് നമ്മൾ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞാണ്. ഒരു പ്ലേലിസ്റ്റ് അടക്കം ക്രിയേറ്റ് ചെയ്ത് വസറക്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന കുറേ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഉണ്ട്. സോ നെക്സ്റ്റ് ആണ് അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ തന്നെയാണുള്ളത്. ഓക്കെ, അനൗൺസ്മെൻറ്റിൽ നമ്മൾ പുതിയതായിട്ട് കോയിൻ ലിസ്റ്റിങ്, API അപ്ഡേറ്റ്, ക്രിപ്റ്റോയുടെ എയർ ഡ്രോപ്സിൻ്റെ അപ്ഡേറ്റ്, AMI അങ്ങനത്തെ ഒരുപാട് അപ്ഡേറ്റ് ആയിരിക്കും. അനൗൺസ്മെൻറ്റിൽ തന്നെ ഉള്ളൊരു സെക്ഷൻസാണ് ഇതൊക്കെ. ബിനാൻസിൻ്റെ സ്റ്റേക്കിംഗ് ലോഞ്ച് അതുപോലത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നെക്സ്റ്റ് ആണ് ടാസ്ക് സെൻറ്റർ. ഞാൻ ഇതുവരെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല, പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ടാസ്ക്കായിട്ട് പെടാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും P2P $30 കൂടുതൽ ചെയ്യണമെന്ന് പറയും. ഞാൻ ഇതിൽ P2P ചെയ്യാത്തതുകൊണ്ടാണ്. P2P ചെയ്യുന്നവരായിരുന്നെങ്കിൽ സാധാരണ $30 എന്തായാലും നമ്മൾ P2P ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. സാധാരണ ഒരു ട്രേഡ് എടുക്കുന്ന ആൾ എന്തായാലും കുറച്ച് ഫണ്ടൊക്കെ ഉള്ള ആൾ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഞാൻ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് കുറേ ആയി, ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കുറേ ആയി. അതുകൊണ്ട് തന്നെ കാണത്തില്ല. കാരണം ഇതിൽ നിന്ന് ഞാൻ BNB മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. നമുക്ക് പാൻകേക്സ് ആപ്പിൽ യൂസ് ചെയ്യാൻ, അല്ലാതെ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ മാക്സിമം ഇത് തന്നെ ട്രേഡ് ചെയ്യാറ്. നെക്സ്റ്റ് ആണ് നമ്മൾ ഫീസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്പോട്ട് ട്രേഡേഴ്സ് ഉണ്ട് ഇതിൽ. സ്പോട്ട് ട്രേഡിംഗ് ഉണ്ട്, മാർജിൻ ട്രേഡിംഗ് ഉണ്ട്, ഫ്യൂച്ചർ ട്രേഡിംഗ് ഉണ്ട്, അതിൽ USDTM ഉണ്ട്, കോയിനിയം ട്രേഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ VIP ഉണ്ട്, നമ്മുടെ ഫ്രീ VIP ലെവലാണ്. അത് നമ്മൾ 50 BTCയുടെ താഴെ ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഫ്രീ യൂസ് ചെയ്യാൻ പറ്റൂ. അതിന് കൂടുതലാണെങ്കിൽ നമ്മളതിൽ ബാക്കി എന്തോ കാര്യമുണ്ട്, അതെനിക്കറിയത്തില്ല. കാരണം ഇതുവരെ 50 BTCയേക്കാൾ കൂടുതലാണ് ഇതുവരെ ട്രേഡ് ചെയ്തിട്ടില്ല. എൻ്റെ അക്കൗണ്ട് VIP ലെവൽ 1 ആക്കിയിട്ടുമില്ല. സോ സ്പോട്ട് ട്രേഡിൽ നമ്മൾ BNB യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വസറക്സിലൊക്കെ നമ്മൾ കുറച്ച് പോലെ ഇവിടെ 0.075% നമുക്ക് കുറക്കാൻ പറ്റും. കുറവാണ്. എന്നാൽ നമ്മൾ സാധാരണ എക്സ്ചേഞ്ച് നോക്കുമ്പോൾ ബിനാൻസിൽ 0.1% ടേക്കർ ആൻഡ് മേക്കർ ഫോർ സ്പോട്ട് ട്രേഡിംഗ്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം വസറക്സിൽ തന്നെ 0.2% ടേക്കർ ആൻഡ് മേക്കർ ഫീ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് കാണാൻ പറ്റും. നമ്മൾ VIP 0 ആണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം VIP 1 VIP 2 ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് വലിയ വലിയ ഫണ്ടുള്ള ആൾക്കാരാണ്. 50 BTC ഒക്കെ കൂടുതലുള്ള ആൾക്കാരൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നീ താഴെ നോക്കിക്കോ, അത്രേ ഉള്ളൂ. ഓക്കെ, മേക്കർ ആൻഡ് ടേക്കർ ഫീ ഉണ്ട്. BNB യൂസ് ചെയ്യുമ്പോൾ എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മാർജിൻ ബോറോ ഇൻട്രസ്റ്റ് ആണ്. അതായത് മാർജിനിൽ ഞാൻ പറഞ്ഞു മാർജിൻ ട്രേഡ് ഉണ്ട്, നമുക്ക് കടം വാങ്ങി ട്രേഡ് ചെയ്യാം. ആ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ആണത്. നെക്സ്റ്റ് ആണ് USDTM ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ട്രേഡിംഗ് 2 ഉണ്ട്, കോയിനം ഉണ്ട്, USDTM ഉണ്ട്. അതിനാൽ ഫ്യൂച്ചർ ട്രേഡിൻ്റെ സെക്ഷൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ USDT, ഇത് USDTM ആണ്. നെക്സ്റ്റ് വേണമെങ്കിൽ എനിക്ക് പറ്റും കോയിനിയമ്മിലേക്ക് വേണമെന്ന് നോക്കാം. ഞാൻ സാധാരണ USDTM ആണ് ട്രേഡ് ചെയ്യാറ്. ഓക്കെ, അതിൻ്റെ ഫീ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 0.02 ടേക്കറും 0.04% മേക്കറുമാണ് ഉണ്ടാവാറ്. ഓക്കെ, നെക്സ്റ്റ് കോയിനിയം ഫ്യൂച്ചറിൽ 0.01% മേക്കറും 0.05% ടേക്കറും. പക്ഷേ ടോട്ടൽ കൂട്ടുമ്പോൾ 6% കോയിനിയമ്മും USDTM-ലും വലിയ വ്യത്യാസമൊന്നുമില്ല. സെപ്പറേറ്റ് നോക്കുമ്പോൾ 2, 4, 1, 5 അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൽ വലിയ ടോട്ടൽ നോക്കുമ്പോൾ വ്യത്യാസം വരുന്നില്ല. പിന്നെ ക്രോസ് കൊളാറ്ററൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ ലിക്വിഡിറ്റി സാപ്പ് ഫീ ഉണ്ട്. ഇത് നമുക്കറിയാം. ഇത് നിങ്ങൾ പാൻകേക്സ് ആപ്പിൻ്റെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതുപോലത്തെ ഒരു ഫീ 0.2% ഫീ, നമ്മൾ സാപ്പ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നൊരു ഫീ, അത്രേ ഉള്ളൂ.
അത്രയായിട്ട് കണക്കൂട്ടിയാൽ മതി. ഓക്കെ, നിങ്ങൾ അതിലോട്ട് വലുതായിട്ട് വേണം, നമുക്ക് പിന്നീട് അതിലോട്ട് വരാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് P2P ട്രാൻസാക്ഷൻ ഫീ ആണ്. P2P ട്രാൻസാക്ഷൻസ് പൊതുവേ ഫീ ഒന്നും വരാറില്ല. ബട്ട് നമ്മളിപ്പോൾ സാധാരണ ഒരു USDTക്ക് ഇപ്പോൾ 76 USDT ഉള്ളതെങ്കിൽ വിൽക്കുന്ന ആൾ ചിലപ്പോൾ 77 USD ആയിരിക്കും P2Pയിലൊക്കെ വിൽക്കുന്നത്. അത് നമുക്ക് നഷ്ടമാണ്. ഫീ ഇല്ലെങ്കിലും നമുക്ക് നഷ്ടമായിട്ട് വരും. നമ്മൾ P2P യൂസിൻ്റെ ആവശ്യമില്ല, നമുക്ക് വത്തിലക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് അതൊന്ന് ബാങ്കിലോട്ട്, അതൊക്കെ ഈസി മെത്തേഡാണ് അല്ലേ, പേടിക്കാനുമില്ല. P2P പേടിക്കാനുമില്ല എന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ട്രേഡിംഗ് ഫീ, ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ഫീ. ഒന്നുകൂടി നിൽക്കിയെന്ന് തോന്നുന്നു, സോറി, ഞാൻ 2 തവണ നോക്കി, അതിലേക്ക് 2 തവണ ക്ലിക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ വന്നു. ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ഫീ ഉണ്ട്. അതിൽ ക്രിപ്റ്റോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഫീ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഓരോ കോയിൻ്റെ ഓരോ ഫീ ഉണ്ട്. ഫിയറ്റ് കറൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി കറൻസി, ക്രിപ്റ്റോ അല്ലാത്ത കറൻസി നമ്മൾ ഫിയറ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ INR ഫിയറ്റ് ആയിട്ട് കൂട്ടാം. അതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഫീ ആണ്. നമുക്ക് INR ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല, INR സപ്പോർട്ടല്ല ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത്. സോ ഇതിന് ഓരോരോ, അതായത് ഇപ്പോൾ BP20 ERC20 എന്നൊക്കെ കാണാൻ പറ്റും. അതൊരു മെയിൻ നെറ്റാണ്, അത് വസറക്സിൽ കണ്ടെന്ന് വരില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും BNBയിൽ BP2 ഉണ്ട്, BP20 ഉണ്ട്, ERC20 ഉണ്ട്. അതിന് ഓരോതായ മിനിമം വിഡ്രോവലുണ്ട്, മിനിമം ഡെപ്പോസിറ്റും ഉണ്ട്. ഡെപ്പോസിറ്റ് ഫ്രീ ആണ് ബിനാൻസിൽ 3, പക്ഷേ വിഡ്രോവൽ ഫീ ഉണ്ട്. ഓക്കെ, സോറി, ഡെപ്പോസിറ്റ് എല്ലാത്തിലും ഫ്രീ ആണ്. അതായത് ബിനാൻസിലോട്ട് എമൗണ്ട് വരുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, വിഡ്രോ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഫീ കൊടുക്കേണ്ടത്. സോ BNBയിൽ റാപ്പിഡ് BNB ആയാലും ഏത് BNB ആയാലും BNBBR ആയാലും ബുൾ ആയാലും അതിൻ്റേതായ ഫീ ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ഫെമിലർ ആയിട്ടുള്ള ഒരു കോയിൻ നോക്കാം, BTC നോക്കാം. BTCയിൽ ഒരുപാട് മെയിനായിട്ട് കാണാൻ പറ്റും. ഓക്കെ, BTC കാണാൻ പറ്റും BP2 ഉണ്ട്, BP20 BSC സ്മാർട്ട് ചെയിൻ, അത് ബിനാൻസ് സ്മാർട്ട് ചെയിൻ ആണത്. BTC ഉണ്ട്, Ethereum 2 ഉണ്ട്, BTC ഉണ്ട്. ഓക്കെ, സോ അതിന് ഓരോന്നിനും മിനിമം വിഡ്രോവൽ ഉണ്ടാവും, ഓരോന്നിനും ഡെപ്പോസിറ്റ് ഫീ ഫ്രീ ആണ്, വിഡ്രോവൽ ഫീ ഉണ്ടാവും. BP20 ആയിരിക്കും, അതായത് ബിനാൻസ് സ്മാർട്ട് ചെയിൻ ആയിരിക്കും ഏറ്റവും കുറവ് ഫീ. മിക്കവാറും എല്ലാ TRC20 ഇല്ലെങ്കിൽ BSCക്കാണ് ഏറ്റവും കുറവ് ഫീ ഉണ്ടാകുന്നത്. നമുക്കൊന്ന് BNB വിഡ്രോ ചെയ്യുന്ന സമയത്ത് മിനിമം എത്ര വിഡ്രോ എന്നുള്ളൊരു സംഭവം നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് BNB എടുക്കുകയാണ്. ഞാൻ ഓൾറെഡി അവിടെ നിന്ന് കോപ്പി ചെയ്തായിരുന്നു എത്രയാണെന്നുള്ള സംഭവം, കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പേസ്റ്റ്, സോറി പ്രൈസിലല്ല, താഴെ എമൗണ്ടിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. 0.01 ആണ് നമ്മൾ പറയുന്നത്. ഇത് ഇവിടെ ഒരു 321 കൊടുക്കാം. ഓക്കെ, 321 സംതിങ് ഉണ്ട്. ഓക്കെ, 0.01 ആണ്. അപ്പം 3.2 സംതിങ് USDT ആണ് മിനിമം വിഡ്രോവൽ നിന്ന് കാണിക്കുന്നത്. ഒരു $4 അടുത്തോളം മിനിമം വിഡ്രോ ആണെന്ന് തോന്നുന്നു. ഞാൻ മുമ്പ് വിഡ്രോ ചെയ്യായിരുന്നു പാൻകേക്ക് ആപ്പിലൊക്കെ യൂസ് ചെയ്യാൻ. ഇപ്പോൾ വിഡ്രോ ചെയ്യാറില്ല, ഇപ്പോൾ ബിനാൻസിൽ മാത്രം ഫീച്ചർ ചെയ്യാറാണ്, വേറെ പുറത്തോട്ടൊന്നും കൊണ്ടുവരാറില്ല. ഇപ്പോൾ മാർക്കറ്റിൽ പുറത്തോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം വരാറില്ല, അതുകൊണ്ടാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസായിട്ട് വീണ്ടും വരാം.